എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2026 ഏപ്രിൽ 22 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ CPO എക്സാം നടക്കാതിരിക്കണം അല്ലേ? അപ്പോൾ CPO എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിലെ മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ടാലന്റ് ഒരു റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 200 മണിക്കൂർ വരെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും, ടോപ്പിക് ബേസ് എക്സാമുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കിട്ടും, മെന്റർ സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് വെറും 399 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ CPO എക്സാമിനോട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് CPO റാങ്ക് ഫെയിലും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയമാണ്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ന്യൂ SCRT ഫാക്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതായത് യൂറോപ്യൻ ബിഗ് 5 ലീഗുകളിലെ ആദ്യ വനിതാ പരിശീലക ആരാണ് എന്നാണ്. യൂറോപ്യൻ ബിഗ് 5 ലീഗുകളിലെ ആദ്യ വനിതാ പരിശീലക ആര് എന്നുള്ളതാണ്. അപ്പോൾ മാരി ലൂയിസ് എറ്റ ആരാണ്? മാരീസ് ലൂയിസ് എറ്റ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ജർമ്മൻ ബുണ്ടസ്ലീഗ ക്ലബ്ബായിട്ടുള്ള യൂണിയൻ ബെർലിന്റെ പരിശീലകയാണെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ്. അതായത് ക്രാഷ് ഫ്രീ ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര് എന്നുള്ളതാണ്. അതായത് കാർസ് 24ന്റെ ദേശീയ റോഡ് സുരക്ഷാ സംരംഭമായിട്ടുള്ള ക്രാഷ് ഫ്രീ ഇന്ത്യയുടെ പുതിയ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? അത് മഹേന്ദ്ര സിംഗ് ധോണിയാണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. ദെൻ മഹേന്ദ്ര സിംഗ് ധോണി എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ഇന്ത്യക്ക് പ്രധാനപ്പെട്ട 3 ICC കിരീടങ്ങൾ നേടിക്കൊടുത്തത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടായാലും നമ്മൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബിം പേയ്മെന്റ്സ് ആപ്പിന്റെ അംബാസിഡർ ആയിട്ട് അദ്ദേഹം റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അത് മാത്രമല്ല 2023 അദ്ദേഹം SBIയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നു. സോ അതേ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ക്രാഷ് ഫ്രീ ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് നിയമിതനായിരിക്കുന്നത്. ദെൻ ഈ ഒരു ക്രാഷ് ഫ്രീ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2040 എന്ത് ചെയ്യുക, റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന ക്രാഷ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗുരുഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ക്രാഷ് ഫ്രീ ഇന്ത്യയുടെ പുതിയ ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹേന്ദ്ര സിംഗ് ധോണി. ഈ ക്രാഷ് ഫ്രീ ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുഗ്രാം. 2040 റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കവിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 1936 അന്തരിച്ച വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, ഒരു സ്പാനിഷ് കവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഫെഡറിക്കോ ഗാർസിയ ലോർക്ക എന്നാണ്. ഇതാണ് ഫെഡറിക്കോ ഗാർസിയ ലോർക്ക എന്നാണ്. സോ അദ്ദേഹത്തിന്റെ പ്രകാശനം ചെയ്തിട്ടില്ലാത്ത ഒരു കവിത റീസെന്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകാശനം ചെയ്തിട്ടില്ലാത്ത ഒരു കവിത, ഒരു 8 വരി കവിത റീസെന്റ് ആയിട്ട് കണ്ടെടുത്തു. സോ അതിന്റെ പേരെന്ന് പറയുന്നത്, അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കടികാരം പാടുന്നു. അപ്പോൾ അദ്ദേഹം കൂടുതലും സമയത്തെ ബേസ് ചെയ്തിട്ടൊക്കെ രചനകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു കവിത, പ്രകാശനം ചെയ്യാത്തൊരു കവിത റീസെന്റ് ആയിട്ട് കണ്ടെടുത്തു. അതിന്റെ സ്റ്റാർട്ടിംഗ് കടികാരം പാടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്തിടെ കണ്ടെത്തപ്പെട്ട സ്പാനിഷ് കവിയായ ഫെഡറിക്കോ ഗാർസിയ ലോർക്കോയുടെ ഒരു അപ്രകാശിത കവിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടികാരം പാടുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു പരിശോധനയാണ്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ വിജിലൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് പരിശോധനകൾ നടത്താറുണ്ട്. അപ്പം അത്തരത്തിൽ വീണ്ടും വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പരിശോധനയുടെ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. എന്താണ്? ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്നാണ് പരിശോധനയുടെ പേര്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു വിജിലൻസ് നടത്തുന്ന പരിശോധനയാണെന്ന് പറഞ്ഞു. ദെൻ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പരിശോധന, അതും കൂടെ അറിയണം അല്ലേ. അപ്പോൾ സംസ്ഥാനത്തെ അനധികൃത മണ്ണെടുപ്പും ഖനനവും തടയുന്നതിനായിട്ട് കേരള വിജിലൻസ് ആൻഡ് കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച പരിശോധന ഏതാണ്? അപ്പോൾ എന്താണ്? സംസ്ഥാനത്തെ അനധികൃത മണ്ണെടുപ്പും ഖനനവും തടയുന്നതിനായിട്ട് കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച പരിശോധന ഏത്? അതിന്റെ പേര് ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് വേറെ ഒന്നും പഠിക്കാനില്ല. ആ ഒരു പേര് പഠിക്കുക, ആര് നടത്തി എന്നുള്ളത് പഠിക്കുക, എന്തിനു വേണ്ടി എന്ന് പഠിക്കുക അല്ലെ. അപ്പോൾ ഓപ്പറേഷൻ എർത്ത് ഗാർഡ് വിജിലൻസിന്റെ ആണ്. ദെൻ സംസ്ഥാനത്തെ അനധികൃത മണ്ണെടുപ്പും ഖനനവും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പരിശോധന അവർ നടത്തിയത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിതമാവുന്നത് എവിടെയാണ്? അപ്പൊ എന്താ പറഞ്ഞേ? ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിതമാവുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പൊ ഈ ലഡാക്കിലേക്ക് നമുക്ക് പോവാം. നമുക്ക് അതിനു മുൻപ് എന്താണ് ഈ പെട്രോഗ്ലിഫ് എന്ന് പഠിക്കണം. എന്താണ് പെട്രോഗ്ലിഫ്? അതായത് നമ്മുടെ പുരാതന മനുഷ്യന്മാരെ കല്ലിലൊക്കെ കോറി വെച്ച ചിത്രങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ലിപികൾ, ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പെട്രോഗ്ലിഫ് എന്ന് പറയുക കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ എന്താണ് ആദ്യത്തെ പെട്രോഗ്ലിഫ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത്
പുരാതന മനുഷ്യന്മാര് കല്ലിലൊക്കെ കോറി വെച്ച ചിത്രങ്ങള്, അതുപോലെ തന്നെ എന്താണ് ലിപികള്, ഇതിനെയൊക്കെയാണ് പെട്രോഗ്ലിഫ് എന്ന് പറയുക. സോ ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേയിലാണ്, സിന്ധു നദിയുടെ തീരത്ത് സിന്ധു ഘട്ടിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത് ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ എവിടെയാണ് എന്നുള്ളതാണ്. അത് കങ്കാരിയ കോച്ചിങ് ഡിപ്പോ. ഏതാണ്? കങ്കാരിയ കോച്ചിങ് ഡിപ്പോയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ പരീക്ഷകൾക്ക് ഇന്ത്യയിലെ ആദ്യത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ, അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ സ്ഥിരം ചോദിച്ചു വരാറുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ എവിടെയാണ്? കങ്കാരിയ കോച്ചിങ് ഡിപ്പോയാണ്. കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ വാട്ടർ ന്യൂട്രൽ എന്ന ഒരു ടേം ഉപയോഗിച്ചു അല്ലേ, വാട്ടർ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചു. അതായത് റെയിൽവേ കോച്ചുകൾ കഴുകുന്നത്, തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള വെള്ളം. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ ആവശ്യശേഷം ഈ ഒരു വെള്ളം ഒഴുക്കി കളയാതെ അത് എന്ത് ചെയ്യുക, തിരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്നതിലൂടെ എന്ത് ചെയ്യുക, പുറത്തു നിന്നുള്ള ശുദ്ധജലത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. ഇതാണ് ഈ ഒരു വാട്ടർ ന്യൂട്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽവേ കോച്ചിന്റെ ഒക്കെ അറ്റകുറ്റപ്പണികൾ, മറ്റ് പണികൾക്കൊക്കെ എടുക്കുന്ന വെള്ളം, അപ്പോൾ എന്ത് ചെയ്യുക, അത് പൂർണ്ണമായിട്ടും പാഴാക്കി കളയാതെ വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വാട്ടർ ന്യൂട്രൽ. സോ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പുറത്തു നിന്നുള്ള ശുദ്ധജലത്തിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ അത്തരത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ ആയത് കങ്കാരിയ കോച്ചിങ് ഡിപ്പോയാണ്. ഇതിന്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദിലാണ് കേട്ടോ, അഹമ്മദാബാദിലാണ്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. വേണമെങ്കിൽ ഇത് തന്നെ ചോദിക്കണമെന്നില്ല, ഈ ഒരു സ്ഥലം വേണമെങ്കിലും അഹമ്മദാബാദ് വേണമെങ്കിലും ഓപ്ഷനിൽ ഉണ്ടാവും. സോ അത്തരത്തിലും എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പത്രത്തിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്തയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ളൊരു കണ്ടന്റ് ആണ്. അതായത് സമുദ്ര തീരങ്ങളിലെ സമുദ്ര താപതരംഗങ്ങളെ കുറിച്ച് പഠിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമായിട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകോയ്സ് ആരംഭിച്ച സംവിധാനം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, സമുദ്ര തീരങ്ങളിലെ സമുദ്ര താപതരംഗങ്ങളെ കുറിച്ച് പഠിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമായിട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകോയ്സ് ആരംഭിച്ച സംവിധാനം ഏതാണ്? മഹാസ്. ഇതാണ് മഹാസ് എന്നാണ്. സോ എപ്പോഴും എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ്. ഇതാണ് മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ് എന്നാണ് മഹാസിന്റെ പൂർണ്ണ രൂപം. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ നടത്തിയ ഒരു പഠനത്തെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടൊക്കെ നമ്മുടെ പത്രത്തിന്റെ മുന്നിലുണ്ടായിരുന്നു. കാരണം അറബിക്കടലിൽ ഇപ്പോൾ എന്താണ് ചൂട് കൂടുതലാണെന്നുള്ളത്, അത് തന്നെ മത്സ്യങ്ങളുടെ മറ്റൊക്കെ ആവാസ വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് റീസെന്റ് ആയിട്ട് പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മഹാസ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു പ്രയോറിറ്റി കൂടുന്നത്. അപ്പോൾ മഹാസ് എന്ന് പറയുന്ന സംവിധാനം പഠിക്കുക. ദെൻ മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത പോയിന്റ്, റെലോസ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ റെലോസ് എന്ന് പറയുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആദ്യം റെലോസിന്റെ പൂർണ്ണരൂപം നോക്കിയിട്ട് തന്നെ ഈ കരാറിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്താണ് റെലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്നുള്ളതാണ് എന്തിന്റെ പൂർണ്ണരൂപം? റെലോസിന്റെ പൂർണ്ണരൂപം. എന്താണ്? റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്നാണ് ഈ പറയുന്ന റെലോസിന്റെ പൂർണ്ണരൂപം. ദെൻ ഇനി ആരൊക്കെയാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്? ഇന്ത്യയും റഷ്യയും. ആരൊക്കെയാണ്? ഇന്ത്യയും റഷ്യയുമാണ് കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഇന്ത്യ ഉൾപ്പെട്ട ഒരു കരാറാണ് റെലോസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. റെലോസ് എന്ന് പറയുന്ന കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും റഷ്യയുമാണ്. എന്താണ് റെലോസിന്റെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്നാണ്. അതും കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ റെലോസ് കരാർ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. അതായത് നമ്മുടെ സൈനിക താവളങ്ങൾ, ഇതിപ്പോൾ ഇന്ത്യയുടെ ആയിക്കോട്ടെ റഷ്യയുടെ ആയിക്കോട്ടെ, സൈനിക താവളങ്ങൾ, യുദ്ധക്കപ്പലുകൾ പരസ്പരം ഉപയോഗിക്കാൻ സമ്മതം നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് റെലോസ്. അപ്പോൾ സൈനിക താവളങ്ങളും യുദ്ധക്കപ്പലുകളും ഒക്കെ പരസ്പരം ഉപയോഗിക്കാൻ സമ്മതിക്കുന്ന എന്താണ് റെലോസ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും റഷ്യയുമാണെന്നുള്ള കാര്യം പഠിക്കുക. മേ ബി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡൗട്ട് വേണമെങ്കിൽ വരാമല്ലോ. ഒരു പക്ഷേ ഓപ്ഷനിൽ ഒരു ഇസ്രായേലും അമേരിക്കയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കാതെ പഠിക്കുക കേട്ടോ. ദെൻ അടുത്തത് ഒരു ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 ഏപ്രിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം. 7.7 തീവ്രത ഏതിലാണ്? റിക്ടർ സ്കെയിലിൽ അല്ലെ. അപ്പോൾ 2026 ഏപ്രിലിൽ
7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ഏത് രാജ്യത്താണ്? ജപ്പാനിലാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള പോയിന്റ് ഇതല്ല. കാരണം ഈ ഒരു ഇത്ര തീവ്രത രേഖപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരു മെഗാ ക്വേക്ക് ഉണ്ടാവാനുള്ള സാധ്യത എന്തിനുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മെഗാ ക്വേക്ക്, അതായത് ഈ റിക്ടർ സ്കെയിലിൽ 8ഓ അതിന് മുകളിലോട്ടോ പോയി കഴിഞ്ഞാലാണ് എന്തെന്ന് പറയുന്നത്? മെഗാ ക്വേക്ക് എന്ന് പറയുന്നത്. സോ അത് അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എവിടെ ഉണ്ടായി? ജപ്പാനിലുണ്ടായി. ജപ്പാൻ ഇത് പുതുമയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ റീസെന്റ് ആയിട്ട് PSC പരീക്ഷയിൽ നോക്കിയാലും അറിയാം, ന്യൂ ഇയറിന്റെ സമയത്ത് ഒരു ഭൂകമ്പം ഉണ്ടായി. അത് കറക്റ്റായിട്ട് എടുത്ത് PSC ചോദിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു ടൈം വെച്ച് തന്നെ പഠിക്കുക. അതാണ് ഞാൻ ടൈം വെച്ച് തന്നെ പറഞ്ഞത്. 2026 ഏപ്രിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ഇവിടെയാണ്, ജപ്പാനിലാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ റോവർ വിക്ഷേപിക്കാനായിട്ട് നാസ തിരഞ്ഞെടുത്ത സ്വകാര്യ ബഹിരാകാശ കമ്പനി. അപ്പൊ എന്താണ്? ഒരു റോവർ വിക്ഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് ആദ്യമേ അങ്ങ് മനസ്സിലാക്കുക. എന്താണ് അതിന്റെ പേര്? റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന റോവർ. എന്താണ്? റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന റോവർ. അപ്പൊ ഇത് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നാസ എന്ത് ചെയ്തു? ഒരു സ്വകാര്യ ബഹിരാകാശ കമ്പനിയെ സെലക്ട് ചെയ്തു. ഏതാണ് ആ കമ്പനി? അത് സ്പേസ് എക്സ് ആണ്. ഇതാണ് സ്പേസ് എക്സ് ആണ്. അപ്പൊ ഈ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി അറിയാമല്ലോ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ആരുടെ കമ്പനിയാ? എലോൺ മസ്കിന്റെ അല്ലെ. അപ്പൊ എലോൺ മസ്കിന്റെ കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്? സ്പേസ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. എലോൺ മസ്കിന്റെ എന്താണ് സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിക്കാണ് ഈ പറയുന്ന റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന റോവർ വിക്ഷേപിക്കാനായിട്ട് നാസ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടൊന്ന് പഠിക്കണേ. ഇനി അതുപോലെ തന്നെ ഈ ഒരു ദൗത്യം എന്തിനാണെന്ന് കൂടെ നമ്മൾ അറിയണം അല്ലെ. അതായത് ഈ ഒരു ദൗത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ പോകുന്നത് ഓക്സിയം പ്ലാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതും കൂടെ പറയാം. ഓക്സിയം പ്ലാനം. ഇനി എവിടെയായി ഈ ഓക്സിയം പ്ലാനം എന്ന് പറയുന്നത്? ചൊവ്വയിലാണ്. അപ്പോൾ ചൊവ്വയിലെ ഓക്സിയം പ്ലാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുന്ന റോവറാണ് റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2028 ഇത് വിക്ഷേപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫാൽക്കൺ ഹെവി റോക്കറ്റിലാണ് വിക്ഷേപിക്കാനും പോകുന്നത്. ദെൻ ചൊവ്വയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പഠനത്തിനായിരിക്കും അല്ലെ. അതായത് ചൊവ്വയിൽ എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിട്ടുണ്ടോ എന്ന് പഠിക്കാനായിട്ട് അയക്കുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന ഒരു റോവറാണ് റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന റോവർ. അത് ഇറങ്ങാൻ പോകുന്നത് ചൊവ്വയിലെ ഓക്സിയം പ്ലാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് വിക്ഷേപിക്കാൻ പോകുന്നത് സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ് എന്ത് ചെയ്യുന്നു? ഫാൽക്കൺ ഹെവി റോക്കറ്റിലാണ് അയക്കാൻ പോവുക. 2028 അയക്കും. ഓക്കെ. അപ്പൊ ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. അതായത് ഇവിടെ കുറെ നേരം കൊണ്ട് ഈ റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന റോവറിന്റെ പേര് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്രിട്ടീഷ് കെമിസ്റ്റ് ആണ്. ആരെന്ന് പറയുന്നത്? റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ DNA ഘടനയുമായിട്ട് ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലുകളൊക്കെ നടത്തിയ ഒരു സയന്റിസ്റ്റ് ആണ്. ആരെന്ന് പറയുന്നത്? റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. സോ അവരോടുള്ള ആദര സൂചകമായിട്ടാണ് ഇതിന് ആ ഒരു പേര് നൽകിയിരിക്കുന്നത്. സോ അതും കൂടി എവിടെയെങ്കിലും എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് നമ്മുടെ ഒരു പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ കിരീടം നേടിയത് ആരെന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതിയാവും. അതായത് 2026 സ്പാനിഷ് ഫുട്ബോൾ ടൂർണമെന്റ് ആയ കോപ്പ ഡെൽറേ കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? എന്താണ് പറഞ്ഞത്? കോപ്പ ഡെൽറേ കിരീടം 2026 കോപ്പ ഡെൽറേ കിരീടം നേടിയത് ആരാണ്? റയൽ സോസിഡാഡ്. ആരാണ്? റയൽ സോസിഡാഡ് ആണ്. ഈ ഒരു പേരും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഒരു വിയോഗം കൂടി മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. വളരെ പ്രശസ്തനായ ഒരു ജന്തുശാസ്ത്രജ്ഞൻ, അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഡെസ്മണ്ട് മോറിസ്. എന്താണ്? ഡെസ്മണ്ട് മോറിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അതായത് ഒരു ജന്തുശാസ്ത്രജ്ഞനാണ്, ഒരു റൈറ്റർ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? 2026 ഏപ്രിൽ അന്തരിച്ചു. സോ അതെവിടെയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു രചന കൂടിയുണ്ട്. ദി നേക്കഡ് എയ്പ്പ് എന്ന് പറയുന്ന ഒരു രചനയുണ്ട് കേട്ടോ. ദി നേക്കഡ് എയ്പ്പ് എന്ന് പറയുന്ന രചന. ശരിക്കും പറഞ്ഞാൽ ആ രചനയിൽ മനുഷ്യരും കുരങ്ങനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഏകദേശം സിമിലർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപാദിക്കുന്ന ഒരു നോവലാണെന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ദി നേക്കഡ് എയ്പ്പ് എന്ന് പറയുന്നത്. സോ ആ പുസ്തകം രചിച്ചത് ആരാണ്? ഈ പറയുന്ന ഡെസ്മണ്ട് മോറിസ്. സോ ആ പുസ്തകത്തിന്റെ പേരിലെങ്കിലും അദ്ദേഹത്തെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നിങ്ങളെ ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം അല്ലേ, നമ്മുടെ അറിവിടം എന്ന് പറയുന്ന ബുക്ക്. ഇനി പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. കാരണം SCRT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടാലന്റിന്റെ അറിവിടമാണ്. സോ ആ SCRT നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ടാലന്റ് അറിവിടത്തിന്റെ ഒരു പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. സോഷ്യലിനും അതുപോലെ തന്നെ സയൻസിനും വേണ്ടിയിട്ട് 2 സബ്ജക്റ്റിനും വേണ്ടിയിട്ട് ഒറ്റ പ്രാക്ടീസ് ബുക്കാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏകദേശം 4300-ലധികം പരിശീലന ചോദ്യങ്ങളുണ്ട്. ദെൻ ഇതിനകത്ത് തന്നെ ജീവശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന, ധനതത്വശാസ്ത്രം,
പൗരധർമ്മം, ഈ മേഖല എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു. സോ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണിത്. ദെൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് റീസെന്റ് ആയിട്ട് PSC ചോദിച്ച SCRT ബേസ് ചെയ്തിട്ടുള്ള PQs ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, റീസെന്റ് ആയിട്ട് PSC ചോദിച്ച SCRT ബേസ്ഡ് PQs കൂടി ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അറിവിടം ബുക്ക് പ്രീ ഓർഡർ വന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ റഷ് ഉണ്ടായിരുന്നു. ആ ഒരു റഷിന്റെ ഭാഗമായിട്ട് ചെറിയ ഡിലേകളൊക്കെ നേരിട്ടു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കോപ്പി ആദ്യമേ തന്നെ ഉറപ്പാക്കുക. ആദ്യമേ തന്നെ നിങ്ങൾക്ക് ബുക്ക് കിട്ടും. സോ അത് വെച്ച് പഠിച്ചു തുടങ്ങുക. കാര്യം ഈ വർഷം നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് പരീക്ഷകളുണ്ട്. അപ്പോൾ പ്രീ ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? യൂറോപ്യൻ ബിഗ് 5 ലീഗുകളിലെ ആദ്യ വനിതാ പരിശീലക ആരാണ്? മാരി ലൂയിസെറ്റ ആണ്. അതിനുശേഷം ഒരു ഗുഡ്വിൽ അംബാസഡറെ പറഞ്ഞു. അതായത് എന്തിന്റെയാണ്? ക്രാഷ് ഫ്രീ ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണെന്ന് പറഞ്ഞു അല്ലെ? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അതുപോലെ തന്നെ അദ്ദേഹം SBIയുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അതിനുശേഷം പറഞ്ഞത് ഒരു കവിതയാണ് അല്ലെ? ഘടികാരം പാടുന്നു എന്ന് തുടങ്ങുന്ന ഒരു കവിത. ഇത് പ്രകാശിപ്പിച്ചിട്ടില്ലാത്തൊരു കവിതയാണ്. അതായത് പ്രശസ്ത സ്പാനിഷ് കവിയായിട്ടുള്ള ഫെഡറിക്കോ ഗാർസിയ ലോർക്കയുടെ ഒരു അപ്രകാശിത കവിതയാണ് ഘടികാരം പാടുന്നു. അതിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കണ്ടെടുത്തു കേട്ടോ. 8 വരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ഒരു പരിശോധനയാണ് പറഞ്ഞത്. അതായത് സംസ്ഥാനത്തെ അനധികൃത മണ്ണെടുപ്പും ഖനനവും തടയുന്നതിനായിട്ട് കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച പരിശോധന. എന്താണ് അതിന്റെ പേര്? ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. അപ്പൊ ഈ എർത്ത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കണക്ട് ചെയ്തോണം കേട്ടോ. അതായത് മണ്ണെടുപ്പും ഖനനമൊക്കെ തടയുന്നതിനായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ വിജിലൻസിന്റെ പരിശോധനയാണ്, അതുകൊണ്ടൊരു പ്രയോറിറ്റി കൊടുത്തേക്കണേ. അതിനുശേഷം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലൈഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ്? ലഡാക്കിലാണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ എവിടെയാണ്? കങ്കാരിയ കോച്ചിങ് ഡിപ്പോയാണ്, അഹമ്മദാബാദിലാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്നുള്ള 2 കാര്യങ്ങളാണ്. രണ്ടും പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. കാര്യം കറണ്ട് അഫേഴ്സ് പല പരീക്ഷകളിലും 20, 15 എന്നിങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷം പറഞ്ഞത് എന്താണ്? ഒരു സംവിധാനത്തെ പറ്റിയിട്ടാണ്. അതായത് സമുദ്രതീരങ്ങളിലെ സമുദ്ര താപതരംഗങ്ങളെ കുറിച്ച് പഠിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമായിട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകോയ്സ് ആരംഭിച്ച സംവിധാനം എന്താണ്? മഹാസ് ആണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു റീസെന്റ് ആർട്ടിക്കിൾ ഒക്കെ നമ്മുടെ പത്രത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. കാര്യം ഇത് ഓൾറെഡി തന്നെ ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അതിനുശേഷം പറഞ്ഞത് റെലോസ് അഥവാ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും റഷ്യയാണ്. ഇവരുടെ സൈനിക താവളങ്ങൾ പരസ്പരം യൂസ് ചെയ്യാനുള്ള ഒരു കരാറാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന റെലോസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 ഏപ്രിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണെന്ന് പറഞ്ഞു? ജപ്പാനാണ്. അവിടെ ഒരു മെഗാ കേക്കിന്റെ സാധ്യത കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു റോവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന റോവർ വിക്ഷേപിക്കാൻ നാസ തെരഞ്ഞെടുത്തത് ഏത് സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ്? അത് സ്പേസ് എക്സ് ആണെന്നുള്ള കാര്യം പഠിക്കുക. ഈ റോവറിന്റെ എയിം എന്ന് പറയുന്നത് ചൊവ്വയിൽ എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിട്ടുണ്ടോ എന്ന് പഠിക്കാനുള്ള ഒരു റോവർ ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. അതിനുശേഷം പറഞ്ഞത് 2026 എന്താണ്? കോപ്പ ഡെൽറേ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? റയൽ സൗസിലാണെന്നുള്ള കാര്യം പഠിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു വിയോഗം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെസ്മണ്ട് മോറിസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ വ്യക്തി, അദ്ദേഹം അന്തരിച്ചു. സോ അതും കൂടെ ഒന്ന് പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 ഏപ്രിലിൽ കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതലയേറ്റത് ആരെന്നാണ്? അപ്പോൾ CJ ജയചന്ദ്രൻ, നവീൻ സച്ദേവ, രാജ സുബ്രഹ്മണി, അനിന്ത്യ സെൻഗുപ്ത. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ഏപ്രിലിൽ രാജ്യസഭാ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ്? അപ്പോൾ ഓം ബിർള, PC മോദി, ദേശ് ദീപക് വർമ്മ, KS സോമശേഖർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി ആരെന്നാണ്? ഒരു സംശയം വേണ്ട അല്ലേ? സഞ്ജു സാംസൺ ആണ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 2ാം സ്ഥാനത്ത് കീർത്തി സുരേഷ് ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സഞ്ജു സാംസൺ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന T20 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു. നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും വിലയേറിയ താരമാണ്. കേരള പുരസ്കാരം നേടിയ ആദ്യ കായിക താരമാണ്. ഇപ്പോൾ കഴിഞ്ഞ കേരള കായികമേളയുടെ ബ്രാൻഡ് അംബാസഡർ ആണ്. നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. എങ്കിലും പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കർണാടകയാണ് അല്ലെ? നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ? ഇതിനെ ഇപ്പോൾ ജിയോ ഹെറിറ്റേജ് സൈറ്റ്, അതായത് നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു ഈ യാന ഗുഹകളെ. ചുണ്ണാമ്പുകല്ല് കൊണ്ടൊക്കെ ചുണ്ണാമ്പുകല്ലിന്റെയൊക്കെ ഓവറായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അഘനാശിനി പുഴയിലേക്കുള്ള ആ ഒരു ജലസ്രോതസ്സായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന യാന ഗുഹയാണ്. അപ്പോൾ അതുകൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ മനസ്സിലായെന്ന്
വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. 2026 ഏപ്രിൽ 22-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.